അങ്ങനെ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന പടം വന്ന് പുഷ്പ. ഡിസംബർ 5 വരെ കാത്തിരുന്ന് രാവിലെ 4 മണിക്ക് കഴിച്ച് പോയത്. 3 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് സിനിമ. പിന്നെ തമിഴാണ്ട് കണ്ടത്. മാക്സിമം മലയാളം തന്നെ കാണണം. തമിഴ് എനിക്കൊന്നും മനസ്സിലായില്ല. തമിഴിൽ ഇങ്ങനെയാണ് പറയണത്, പുഷ്പ എന്ന നാഷണൽ എന്ന് വെച്ചാ ഇന്റർനാഷണൽ. അങ്ങനെ സുകുമാർ ഡയറക്ഷനിൽ 500 കോടി രൂപ ബഡ്ജറ്റിൽ അല്ലു അർജുൻ നായകനായിട്ട് പുഷ്പ. യെസ്, രശ്മിക മന്ദാന എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് സാമി സാമി എന്നൊക്കെ വിളിച്ചാൽ അത് ഭയങ്കര ക്രിഞ്ചായിരുന്നു. ബാക്കിയെല്ലാം കുഴപ്പമില്ലായിരുന്നു. പിന്നെ അല്ലു അർജുൻ്റെ സ്ക്രീൻ പ്രസൻസ് അന്യായം, മേക്കിംഗ് അന്യായം. പക്ഷെ ഇൻട്രോ വലിയ രസമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഫൈറ്റ് എല്ലാം ഭയങ്കര ഓവറാണ്. പക്ഷെ ചില ഫൈറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യണ ക്രിഞ്ചായിട്ടാണ്, പക്ഷെ ഫൈറ്റ് അവസാനിക്കുന്ന മാരകമായിട്ടാണ്. ഇൻട്രോവൽ സീനൊക്കെ പൊളിയാണ്. ഇതിൽ ഫാസ്റ്റ് ഫാസിലും പിന്നെ നമ്മൾ അല്ലു അർജുനൊക്കെയുള്ള ഇൻ്റർവെൽ സീൻ അതൊക്കെ അന്യാണ്. പിന്നെ ഇമോഷൻ സീൻസൊക്കെ അത്യാവശ്യം വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷേ ക്ലൈമാക്സ് വലിയ സുഖമില്ലായിരുന്നു. ക്ലൈമാക്സിന് മുമ്പ് അല്ലു അർജുൻ്റെ കൈയും കാലും കെട്ടിയിട്ടൊരു ഫൈറ്റ് ഉണ്ട്. അല്ലു അർജുൻ കോഴി വിടക്കണ പോലെ കിടന്ന് പിടയ്ക്കും, കാല് കെട്ടിയിട്ട് കോഴി വിടക്കണം. നെഗറ്റൊക്കെ അഴിച്ചൊരു കിഡിൽ അന്യായ പറ്റും. അതിന് മുമ്പ് അല്ലു അർജുൻ്റെ ടോട്ടൽ പവർ, പുഷ്പയുടെ പവർ എന്താണെന്ന് കാണിക്കണ സീൻസ് അതെല്ലാം വേറെ ലെവൽ. പൈസ വാരി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ക്ലൈമാക്സിൽ ഞാൻ തൃപ്തനല്ല. ഇത് നമുക്കുള്ള പടമല്ല, ഇത് ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന അവർക്ക് വേണ്ടി ഇറക്കിയ ഒരു കംപ്ലീറ്റ് പടം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അല്ലു അർജുൻ സാരി ഉടുത്തൊക്കെ അഭിനയിക്കണ ഒരു ഫൈറ്റ് ഡാൻസ് ഒക്കെ പൊളിയാണ്. എനിക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പക്ഷേ ലാഗ് ഇത്രയും സമയമുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതിലുള്ള പാട്ടും ഡാൻസ് ഇതുവരെ ഞാൻ ഇങ്ങനെയുള്ള ഡാൻസ് കണ്ടിട്ടില്ല. ഫുൾ വെറൈറ്റി സ്റ്റെപ്സ്, ഫുൾ ഒരു ആവറേജ് പടം. തിയേറ്ററിൽ പോയിരുന്ന കുറെ ഫൈറ്റൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാം. പക്ഷെ ക്ലൈമാക്സ് അധികം പ്രതീക്ഷിക്കണ്ട. ക്ലൈമാക്സ് പിന്നെ ട്വിസ്റ്റൊക്കെ വെച്ചാൽ ഒരുപാട് ട്വിസ്റ്റ് ഉണ്ട്, അത്യാവശ്യം കോമഡി ഉണ്ട്, എല്ലാം കൊള്ളാം. പക്ഷെ ക്ലൈമാക്സ് മാത്രം പിന്നെ ഇച്ചിരി ലാഗ്. പുഷ്പ ഫസ്റ്റിൻ്റെ അത്ര വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യില്ല. പിന്നെ KGF അങ്ങ് മറിഞ്ഞതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ അല്ലു അർജുൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസ് അന്യമായിരുന്നു. സോ താല്പര്യമുള്ളവർക്ക് പോയി കാണാം. ബൈ.